യഹോവ പിന്നെയും യെരിഹോവിനെതിരെ യോർദാനരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് മോശയോട് അരുളിച്ചെയ്തത്, ഇസ്രായേൽ മക്കൾ തങ്ങളുടെ അവകാശത്തിൽ നിന്ന് ലേവ്യർക്ക് വസിപ്പാൻ പട്ടണങ്ങൾ കൊടുക്കണമെന്ന് അവരോട് കൽപ്പിക്കുക. പട്ടണങ്ങളോടുകൂടെ അവയുടെ പുൽപ്പുറവും നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കണം. പട്ടണങ്ങൾ അവർക്ക് പാർപ്പിടമായിരിക്കണം. അവയുടെ പുൽപ്പുറം ആടുമാടുകൾ മുതലായ സകല മൃഗസമ്പത്തിനും വേണ്ടി ആയിരിക്കണം. നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കേണ്ടുന്ന പുൽപ്പുറം പട്ടണത്തിൻ്റെ മതിലിങ്കൽ തുടങ്ങി പുറത്തോട്ട് ചുറ്റും 1000 മുഴം വിസ്താരം ആയിരിക്കണം. പട്ടണം നടുവാക്കി അതിന് പുറമെ കിഴക്കോട്ട് 2000 മുഴവും തെക്കോട്ട് 2000 മുഴവും പടിഞ്ഞാറോട്ട് 2000 മുഴവും വടക്കോട്ട് 2000 മുഴവും അളക്കണം. ഇത് അവർക്ക് പട്ടണങ്ങളുടെ പുൽപ്പുറം ആയിരിക്കണം. നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കുന്ന പട്ടണങ്ങളിൽ 6 സങ്കേത നഗരങ്ങളായിരിക്കണം. കൊല ചെയ്തവൻ അവിടേക്ക് ഓടിപ്പോകേണ്ടതിന് നിങ്ങൾ അവയെ അവന് വേണ്ടി വേർതിരിക്കണം. ഇവ കൂടാതെ നിങ്ങൾ വേറെയും 42 പട്ടണങ്ങളെ കൊടുക്കണം. അങ്ങനെ നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കുന്ന പട്ടണങ്ങൾ എല്ലാം കൂടെ 48 ആയിരിക്കണം. അവയും അവയുടെ പുൽപ്പുറങ്ങളും കൊടുക്കണം. ഇസ്രായേൽ മക്കളുടെ അവകാശത്തിൽ നിന്ന് ജനമേറിയവർ ഏറെയും ജനം കുറഞ്ഞവർ കുറേയും പട്ടണങ്ങൾ കൊടുക്കണം. ഓരോ ഗോത്രം തനിക്ക് ലഭിക്കുന്ന അവകാശത്തിന് ഒത്തവണ്ണം ലേവ്യർക്ക് പട്ടണങ്ങളെ കൊടുക്കണം. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ, നിങ്ങൾ യോർദാൻ കടന്ന് കനാൻ ദേശത്ത് എത്തിയ ശേഷം ചില പട്ടണങ്ങൾ സങ്കേത നഗരങ്ങളായി വേർതിരിക്കണം. അബദ്ധവശാൽ ഒരുത്തനെ കൊന്നുപോയവൻ അവിടേക്ക് ഓടിപ്പോകണം. കൊല ചെയ്തവൻ സഭയുടെ മുമ്പാകെ വിസ്താരത്തിന് നിൽക്കും വരെ അവൻ പ്രതികാരകന്റെ കയ്യാൽ മരിക്കാതിരിക്കേണ്ടതിന് അവ സങ്കേത നഗരങ്ങൾ ആയിരിക്കണം. നിങ്ങൾ കൊടുക്കുന്ന പട്ടണങ്ങളിൽ 6 സങ്കേത നഗരങ്ങൾ ആയിരിക്കണം. യോർദാൻ അക്കരെ 3 പട്ടണവും കനാൻ ദേശത്ത് 3 പട്ടണവും കൊടുക്കണം. അവ സങ്കേത നഗരങ്ങൾ ആയിരിക്കണം. അബദ്ധവശാൽ ഒരുത്തനെ കൊല്ലുന്നവൻ ഏവനും അവിടേക്ക് ഓടിപ്പോകേണ്ടതിന് ഈ 6 പട്ടണം ഇസ്രായേൽ മക്കൾക്കും പരദേശിക്കും വന്നു പാർക്കുന്നവനും സങ്കേതം ആയിരിക്കണം. എന്നാൽ ആരെങ്കിലും ഇരുമ്പായുധം കൊണ്ട് ഒരുത്തനെ അടിച്ചിട്ട് അവൻ മരിച്ചുപോയാൽ അവൻ കൊലപാതകൻ മരണശിക്ഷ അനുഭവിക്കണം. മരിപ്പാൻ തക്കവണ്ണം ആരെങ്കിലും ഒരുത്തനെ കല്ലെറിഞ്ഞിട്ട് അവൻ മരിച്ചുപോയാൽ അവൻ കൊലപാതകൻ മരണശിക്ഷ അനുഭവിക്കണം. അല്ലെങ്കിൽ മരിപ്പാൻ തക്കവണ്ണം ആരെങ്കിലും കയ്യിലിരുന്ന മരയായുധം കൊണ്ട് ഒരുത്തനെ അടിച്ചിട്ട് അവൻ മരിച്ചുപോയാൽ അവൻ കൊലപാതകൻ മരണശിക്ഷ അനുഭവിക്കണം. രക്തപ്രതികാരകൻ തന്നെ കൊലപാതകനെ കൊല്ലേണം. അവനെ കണ്ടുകൂടുമ്പോൾ അവനെ കൊല്ലേണം. ആരെങ്കിലും ദ്വേഷം നിമിത്തം ഒരുത്തനെ കുത്തുകയോ കരുതിക്കൂട്ടി അവൻ്റെ മേൽ വല്ലതും എറിയുകയോ ചെയ്തിട്ട് അവൻ മരിച്ചുപോയാൽ, അല്ലെങ്കിൽ ശത്രുതയാൽ കൈകൊണ്ട് അവനെ അടിച്ചിട്ട് അവൻ മരിച്ചുപോയാൽ അവനെ കൊന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. അവൻ കൊലപാതകൻ. രക്തപ്രതികാരകൻ കൊലപാതകനെ കണ്ടുകൂടുമ്പോൾ കൊന്നുകളയണം. എന്നാൽ ആരെങ്കിലും ശത്രുത കൂടാതെ പെട്ടെന്ന് ഒരുത്തനെ കുത്തുകയോ കരുതാതെ വല്ലതും അവൻ്റെ മേൽ എറിഞ്ഞു പോകുകയോ അവന് ശത്രുവായിരിക്കാതെയും അവന് ദോഷം വിചാരിക്കാതെയും അവൻ മരിപ്പാൻ തക്കവണ്ണം അവനെ കാണാതെ കല്ലേറുകയോ ചെയ്തിട്ട് അവൻ മരിച്ചുപോയാൽ, കൊല ചെയ്തവനും രക്തപ്രതികാരകനും മധ്യേ ഈ ന്യായങ്ങളെ അനുസരിച്ച് സഭ വിധിക്കണം. കൊല ചെയ്തവനെ സഭ രക്തപ്രതികാരകന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. അവൻ ഓടിപ്പോയിരുന്ന സങ്കേത നഗരത്തിലേക്ക് അവനെ മടക്കി അയക്കണം. വിശുദ്ധ തൈലത്താൽ അഭിഷിക്തനായ മഹാപുരോഹിതന്റെ മരണം വരെ അവൻ അവിടെ പാർക്കണം. എന്നാൽ കൊല ചെയ്തവൻ ഓടിപ്പോയിരുന്ന സങ്കേത നഗരത്തിന്റെ അതിർവിട്ട് പുറത്തു വരികയും അവനെ അവന്റെ സങ്കേത നഗരത്തിന്റെ അതിരിന് പുറത്തു വച്ച് കണ്ട് രക്തപ്രതികാരകൻ കൊല ചെയ്തവനെ കൊല്ലുകയും ചെയ്താൽ അവന് രക്തപാതകം ഇല്ല. അവൻ മഹാപുരോഹിതന്റെ മരണം വരെ തന്റെ സങ്കേത നഗരത്തിൽ പാർക്കേണ്ടിയിരുന്നു. എന്നാൽ കൊല ചെയ്തവന് മഹാപുരോഹിതന്റെ മരണശേഷം തൻ്റെ അവകാശഭൂമിയിലേക്ക് മടങ്ങിപ്പോകാം. ഇത് നിങ്ങൾക്ക് തലമുറയായി നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും ന്യായവിധിക്കുമുള്ള പ്രമാണം ആയിരിക്കണം. ആരെങ്കിലും ഒരുത്തനെ കൊന്നാൽ കൊലപാതകൻ സാക്ഷികളുടെ വാമൊഴി പ്രകാരം മരണശിക്ഷ അനുഭവിക്കണം. എന്നാൽ ഒരു മനുഷ്യന്റെ നേരെ മരണശിക്ഷയ്ക്ക് ഏകസാക്ഷിയുടെ മൊഴി മതിയാകുന്നതല്ല. മരണയോഗ്യനായ കൊലപാതകന്റെ ജീവന് വേണ്ടി നിങ്ങൾ വീണ്ടെടുപ്പ് വില വാങ്ങരുത്. അവൻ മരണശിക്ഷ തന്നെ അനുഭവിക്കണം. സങ്കേത നഗരത്തിലേക്ക് ഓടിപ്പോയവൻ
പുരോഹിതന്റെ മരണത്തിനു മുമ്പേ നാട്ടിൽ മടങ്ങിവന്ന് പാർക്കേണ്ടതിനും നിങ്ങൾ വീണ്ടെടുപ്പ് വില വാങ്ങരുത്. നിങ്ങൾ പാർക്കുന്ന ദേശം അങ്ങനെ അശുദ്ധമാക്കരുത്. രക്തം ദേശത്തെ അശുദ്ധമാക്കുന്നു. ദേശത്തിൽ ചൊരിഞ്ഞ രക്തത്തിനു വേണ്ടി രക്തം ചൊരിയിച്ചവന്റെ രക്തത്താൽ അല്ലാതെ ദേശത്തിന് പ്രായശ്ചിത്തം സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ അധിവസിക്കുന്ന നിങ്ങളുടെ പാർപ്പിടമായ ദേശം അശുദ്ധമാക്കരുത്. ഇസ്രായേൽ മക്കളുടെ മധ്യേ യഹോവയായ ഞാൻ അധിവസിക്കുന്നു. ഇത്രയുമാണ് നമ്മുടെ ഈ ആഴ്ചത്തെ അധ്യായം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രവർത്തിക്കട്ടെ, അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. ദൈവം ഒരാഴ്ച കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരികയാണെങ്കിൽ അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ദൈവകൃപ നമ്മോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക. ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ദിവസത്തിൽ ആകെ 5 മിനിറ്റ് മാത്രം ചിലവാക്കിക്കൊണ്ട് ഇതിൽ പങ്കാളികളാകാം. ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കാം. ഇതിൽ പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്യുക. ഒരുപക്ഷെ അതുവഴി നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമാകാം. ആദ്യം മുതൽ തന്നെ ബൈബിൾ വായിച്ചു തുടങ്ങുന്നതിനായി ഒരു ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണ്. അതുവഴി നിങ്ങൾക്ക് ബൈബിൾ ആദ്യം മുതൽക്കേ വായിക്കുവാൻ സാധിക്കും. ഇനിയുള്ള വചനങ്ങൾ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ അറിയുവാനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇതിലൂടെ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതലായി അനുഭവിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.